വെൽക്കം ടു ശിവാന ആർവി ഫാമിലി. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പൂരം ഡ്രസ് കോഡ് മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2025 ഫെബ്രുവരി 3-ാം തീയതിയാണ് കേട്ടോ ഞങ്ങളുടെ ചീരൻകുഴി പൂരം. അപ്പോൾ ഇതാണ് കേട്ടോ മെറ്റീരിയൽ. മീറ്ററിന് 190 രൂപയാണ്. പോപ്കോൺ മെറ്റീരിയലാണ് കേട്ടോ. ബോയ്സിനുള്ള ഷർട്ടൊക്കെ അവർ ഓൾറെഡി സ്റ്റിച്ചിങ് ചെയ്ത് തരുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പറയുകയാണെങ്കിൽ മെറ്റീരിയലായിട്ടും തരും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഒരു 21 മീറ്ററാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അളന്ന് നോക്കിയപ്പോൾ അത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് അവരടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ നമുക്കത് കൂടുതൽ തരും ചെയ്തു കേട്ടോ. 1 മീറ്ററോളം കുറവുണ്ടായിരുന്നു. ആ 1 മീറ്ററോളം നമുക്ക് തിരിച്ചവർ വേറെ എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് ആവശ്യമുള്ളത് ഒരു 8 മീറ്ററാണ്. ബാക്കിയുള്ളതൊക്കെ വേറെ ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. അതാണ് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 10 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു 3 ഫ്രോക്കും 2 ചുരിദാറിൻ്റെ ടോപ്പാണ് അടിക്കാനുള്ളത്. പിന്നെ ഞാൻ 2 ഷർട്ടും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ കാണുന്ന ഫ്രോക്ക് ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞത്തെ പൂരത്തിൻ്റെ ഡ്രസ് കോഡ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണാം കേട്ടോ. അപ്പോൾ എന്താ ഞാൻ മാളൂസിൻ്റെ ചെറിയൊരു ഫ്രോക്ക് അടിക്കാനായിട്ട് പോവാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്, അമ്പർല കട്ട് ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോൾഡർ ഒരു 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കൈക്കുഴി ഞാനൊരു 5 ഇഞ്ചും ചെസ്റ്റിൻ്റെ അവിടെ 13 ഇഞ്ച്, അതുപോലെ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ ഒരു 12.5 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് ഞാൻ 10.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. +1 ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലും മുകളിലും തൈത്തുമ്പ് ഇട്ടിട്ടുണ്ട് 1/2 ഇഞ്ച്. പിന്നെ നമ്മുടെ ഷോൾഡർ വന്നിട്ട് 1.5 ഇഞ്ചും കഴുത്തിൻ്റെ വിസ്താരം വന്നിട്ട് 2.5 ഇഞ്ചുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുകളിലത്തെ ഭാഗങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അടിഭാഗത്ത് സ്കേർട്ടിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ഞാൻ ഫുൾ അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ടിങ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്താ ഫുൾ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോയും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ഷർട്ടിൻ്റെ കോളർ വയ്ക്കുന്ന ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ മോന് വേണ്ടി തയ്ച്ച ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഷർട്ടാണ് വലിയ കാര്യമായിട്ട് അടിക്കാനൊന്നും അറിയില്ല, എന്നാലും എനിക്ക് ഒപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകൾ നമ്മുടെ പൂരത്തിൻ്റെ. അപ്പോൾ ഇത് 2 ഷർട്ട്, അതിൽ ആ വലിയ ഷർട്ട് എൻ്റെ മോന് വേണ്ടി തയ്ച്ചതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഡിക്ക് വേണ്ടി തയ്ച്ചൊരു ഫ്രോക്കാണ്. ബാക്കിൽ ഞാൻ ഇൻവിസിബിൾ സിബ്ബാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ സിബ്ബ് വയ്ക്കാൻ അത്ര വലിയ അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിരുന്നു. പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് എനിക്ക് തയ്ക്കാനായിട്ട് പറ്റി കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഒരു പ്രിൻസ് കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ 2 ചുരിദാർ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഹാഫ് കൈ ചുരിദാർ എനിക്ക് വേണ്ടി തയ്ച്ചതാണ് കേട്ടോ. പിന്നെ ഫ്രോക്ക്, ഈ ഒരു ഫ്രോക്ക് എൻ്റെ മോൾക്ക് വേണ്ടി തയ്ച്ചു കൊടുത്തതാണ്. വലിയ പണികളൊന്നും ചെയ്തിട്ടില്ല. ഒരു സൈഡിൽ ഒരു 3 ഫ്ലവറും ഒരു സൈഡിൽ ഒരു 3 ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ഫ്രോക്കിന് ഞാൻ കയ്യമ്മ ചെറിയൊരു പഫ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ഇതുപോലെ തന്നെ പ്രിൻസ് കട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫെബ്രുവരി 1 നൈറ്റ് ബോയ്സിൻ്റെ ഷർട്ട് മൊത്തം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ സൈസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്നത് ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് തന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.